മറഞ്ഞൊരു സുഖമേ ഇനി നിൻ മുഖമെങ്ങനെ കാണും ദൂരെ മറഞ്ഞൊരു കുയിലേ ഇനി നിൻ മൊഴി എങ്ങനെ കേൾക്കും. പാറൂന് എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണം. ബെല്ലടിച്ചതിന് ശേഷം പതുക്കെ സ്റ്റാഫ് റൂമിൽ പോയാലോ? സെക്കൻഡ് പീരീഡ് സാർമാർ പോകുമ്പോൾ അവിടെ ആരും ഉണ്ടാവില്ലല്ലോ. പതുക്കെ പോയി പേപ്പർ അടിച്ച് മാറ്റിയാലോ? ആ, ബെല്ലടിച്ചു. എന്തായാലും സ്റ്റാഫ് റൂമിലോട്ട് പോയി നോക്കാം. വിചാരിച്ച പോലെ തന്നെ ആരുമില്ല. എൻ്റെ പ്ലാനിങ് അല്ലേ. അയ്യോ, ആരെയോ സൗണ്ട് കേൾക്കുന്നില്ല. എന്താ ചെയ്യുക? പിടിച്ചാൽ തീർന്നു. ടേബിളിൽ വിളിച്ചിരിക്കാം. ഫസ്റ്റ് പീരീഡ് എന്നെ തളർന്നു. ഈ പിള്ളേരൊക്കെ എന്തോന്ന് വായാടികളാ. എൻ്റെ കർത്താവേ, ഇതാരായിരിക്കും? ശിവസാറാണോ അതോ സഞ്ജയ് സാറാണോ? ഇതിനകത്തും വലിയ ചൂടാണല്ലോ. സഞ്ജയ് സാർ, ഇതെന്താ ഇവിടെ നടക്കുന്നത്? അയ്യേ, മാറിക്കടി. എനിക്കറിയില്ല ശിവ സാർ. പെട്ടെന്ന് എവിടെ നിന്ന് പൊട്ടിമുളച്ച് എന്നെ കയറി കെട്ടിപ്പിടിച്ചു. അയ്യേ, ഞാനാരെയും കെട്ടിപ്പിടിച്ചൊന്നുമില്ല. കാല് സ്ലിപ്പായി അവിടേക്ക് വീണതാ. അല്ല, ഞാനെന്തിനാ സാറിനെ കയറി അനാവശ്യമായിട്ട് കെട്ടിപ്പിടിക്കുന്നത്? അല്ല, അതൊക്കെ പോട്ടെ. ഇപ്പോൾ സെക്കൻഡ് പീരീഡ് അല്ലേ? നിനക്ക് ക്ലാസ് ഇല്ലേ? സാറുമാരില്ലാത്ത സമയത്ത് സ്റ്റാഫ് റൂമിൽ എന്താ പരിപാടി? ഈശ്വര, ഇങ്ങനെ പൊക്കിയോ? എന്താ ഞാൻ ഇപ്പോൾ പറയാ? നിൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടല്ലോ എന്താ ഇവിടെയെന്ന്. എക്സ്ക്യൂസ് മീ, മേ കം ഇൻ? യെസ്, കമീൻ. എന്താ ഇവിടെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കായിരുന്നില്ലേ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഈ കുഴപ്പമൊന്നുമില്ല. ഞാൻ പാറുൻ്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. കുറച്ച് ദിവസമായില്ലേ അവളുടെ കാര്യമൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട്, അതുകൊണ്ട് വന്നതാ. എന്നാൽ ഞാൻ പോയി പാറിനെ വിളിച്ചിട്ട് വരാം. ക്ലാസ്സിലായിരിക്കും. സെക്കൻഡ് പീരീഡല്ലേ, ഞാൻ ചെന്ന് വിളിച്ചിട്ട് വരാം. സാറിൻ്റെ കൂടെ പതുക്കെ പുറത്തു പോകും. പാവൻ്റെ പാറു പെട്ടുപോയല്ലോ. എക്സ്ക്യൂസ് മീ, ഹു ആർ യു? ഓ സോറി, മൈ നെയിം ഈസ് ഹരിപ്രസാദ്. തേർഡ് ഇയർ ശ്രീ പാർവതിയുടെ അമ്മാവനാണ്. അമ്മാവനെന്താ ഇന്നിങ്ങോട്ട്? വെറുതെ കുറച്ച് ദിവസമായില്ലേ നിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് അങ്ങനെ വരാമെന്ന് കരുതി, അതുകൊണ്ടാണ്. ഓ, തേടിയ വള്ളിക്കാലി ചുറ്റി അവളുടെ അമ്മാവനാണല്ലേ? ശരിയാക്കി തരാം. ഐ തിങ്ക് യു ആർ ദ ന്യൂ പ്രൊഫസർ. യാ, കറക്റ്റ്? യെസ്, ശിവശങ്കർ മഹാദേവ്. നൈസ് ടു മീറ്റ് യു. എങ്ങനെയുണ്ട് ശ്രീ പാർവതി ക്ലാസ്സിൽ? പഠിക്കാനൊക്കെ മിടിക്കുകയാണോ? അത് അന്വേഷിച്ചിട്ട് പോകാനാ വന്ന. പഠിക്കാൻ ഞാൻ ഇന്നൊരു എക്സാം ഇട്ടിരുന്നു. പേപ്പർ പാരൻസിനെ കൊണ്ട് സൈൻ വെപ്പിക്കണമെന്നായിരുന്നു. ഞാനത് എടുത്തു തരാം. ഓക്കെ, ഇതിൽ 3 മാർക്ക് കുറവാണല്ലോ. അമ്മാവ, ഞാൻ എഴുതിയിട്ടുണ്ട്. സാറ് മനഃപൂർവ്വം. അങ്ങനെ എന്തെങ്കിലും മാർക്ക് കുറയ്ക്കോ? ശ്രദ്ധക്കുറവ് അല്ലാതെ പിന്നെ എങ്ങനെ മാർക്ക് പോവാ? അമ്മാവ, എക്സാം സമയത്ത് ശ്രദ്ധ പോകാൻ മാത്രം എന്താ നീ നോക്കിക്കൊണ്ടിരുന്ന? നിന്നോടാ. ഇല്ല അമ്മാവ, ഞാൻ കറക്റ്റായിട്ടല്ല എഴുതിയിട്ടുള്ള. സാറ് മനഃപൂർവ്വം. പാറു, നീ ഇതിനെ കരയുന്ന? സഞ്ജയ്, നീ അറിഞ്ഞില്ലേ ഈ മാർക്ക് കുറഞ്ഞത്? അവളെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് അവളുടെ കാര്യത്തിൽ നിനക്കൊരു ശ്രദ്ധയില്ലേ? ഇന്നാ നോക്ക് പേപ്പർ. ഇതിപ്പോൾ പരീക്ഷ ഇതിലെല്ലാം കറക്റ്റാണല്ലോ. ഈ മുട്ടത്തലേൻ എന്നേക്കാൾ വലിയ കലിപ്പനാണ് തോന്നുന്നുണ്ടല്ലോ. ഇവളെന്താ സൈക്കോയോ? ഒരു 3 മാർക്കിൻ്റെ ഇവിടെ കിടന്ന് ചലിക്കുന്ന. ശിവ സാർ, ഇതിൽ എല്ലാം കറക്റ്റല്ലേ? എവിടെയാ തെറ്റ്? സാറെന്തിനാ അവളുടെ 3 മാർക്ക് കുറച്ചേ? സഞ്ജയ്, മാർക്കിലല്ല കാര്യം, അവൾക്ക് ശ്രദ്ധയില്ലാന്ന് പഠിത്തത്തിൽ. ഞാൻ അവളെ കൊണ്ടുപോവുക. അമ്മാവ, സാറ് വെറുതെ പറയുന്നത്. ഞാൻ രാത്രിയൊക്കെ ഉറക്കം വെച്ചിരുന്നാ പഠിച്ച്. സത്യമായിട്ടും അതിലെല്ലാം കറക്റ്റ്. മനഃപൂർവ്വം എൻ്റെ മാർക്ക് കുറച്ചത്. അമ്മാവ പ്ലീസ്, അമ്മാവ എനിക്ക് പഠിക്കണം. ക്ലാസ് ഉണ്ട്, എന്നെ കൊണ്ടുപോകല്ലോ പ്ലീസ്. അച്ഛാ, അവൾക്ക് ക്ലാസ് ഉള്ളതല്ലേ? ഞാൻ വൈകുന്നേരം വരുമ്പോൾ കൊണ്ടുവരാം. അവളിവിടെ നിന്നോട്ടെ. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്ന? ഇയാളൊരു ഹിറ്റ്ലർ മാധവൻ കുട്ടിയോ? എന്താ ഇത്? സഞ്ജയ്, അവളെ ഞാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞില്ലേ? ഞാൻ കൊണ്ടുപോവാം. നീ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ മതി. സഞ്ജേട്ടാ പറയ് സഞ്ജേട്ടാ, എനിക്ക് ക്ലാസ് ഉണ്ട്. പാറു മോളെ, ഞാൻ സഞ്ജേട്ടാ എന്നെ റൂമിൽ പൂട്ടിയിടും. എന്നെ വിടല്ലേ കൂടെ. എനിക്ക് പഠിക്കണം പ്ലീസ്. അമ്മാവ ഞാൻ പറയുന്നത് കേൾക്ക്. പാറു, വശാനാ പറഞ്ഞ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ശിവസാർ ഇത്ര കെയർലെസ് ആയിട്ടാണോ കുട്ടികളുടെ പേപ്പർ തിരുത്തുന്നത്? ഇത് മോശമായിപ്പോയി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു 3 മാർക്ക് കുറഞ്ഞതിന് അയാൾ ഇത്രയും ഷോ കാണിച്ചിട്ട് പോകുന്നു. എന്താ ഇവിടെ നടക്കുന്നത്?
ഇതൊരു ഫൈനൽ എക്സാം ഒന്നുമല്ല, ഒരു ക്ലാസ് ടെസ്റ്റ്. അല്ലാതെ എന്താ, അതിന് 3 മാർക്ക്. ഞാൻ തോപ്പിച്ചിട്ടൊന്നുമില്ല. എന്താ ഇവിടെ നടക്കുന്നത്? സാർ, ഇവിടെയുള്ളവരിങ്ങനെയാണ്. അവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റില്ല. സാർ കുറച്ചുകൂടെ സീരിയസ് ആവണം. സഞ്ജയ് സാർ, ഹരി സാറ് വന്നിട്ടുണ്ടായിരുന്നു. പാറു കരഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്തു പറ്റി? ആ കുട്ടിക്ക് എന്താ വയ്യാണ്ടായോ? ഹേയ് അല്ല, ഒരു കാര്യം ചെയ് സാറ്, എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ലീവ് എഴുതി കൊടുത്ത് ഞാനും കൂടെ വീട്ടിൽ പോവാം. ശരി, ബാക്കി ഞാൻ പിന്നെ പറയാം. ആ, ഞാൻ എഴുതി കൊടുത്തോളാം. സാറ് പൊക്കോ. നീ എന്താടാ എന്തോ കളഞ്ഞെണ്ണനെ പോലെ നിൽക്കുന്നത്? എന്തു പറ്റി? എനിക്കിവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലടാ. അയാൾ വന്നു, പേപ്പർ കൊടുത്തപ്പോൾ 3 മാർക്ക് കുറവ്. അതിനിവിടെ എന്തൊക്കെ ഷോ കാണിച്ചിട്ട് പോയാൽ ആ കുട്ടിയെ വലിച്ചെടുത്തോണ്ട് പോവുകയും ചെയ്തു. കർണക്കുറ്റിക്കൊന്ന് കൊടുക്കുകയും ചെയ്തു. ഓ, അപ്പം ഞാൻ വിചാരിച്ച പോലെ എന്തോ നടന്നിട്ടുണ്ട്. നിനക്ക് ഇവരെ പറ്റിയൊന്നും അറിയില്ല. അല്ല, അവളുടെ മാർക്ക് എന്തിനാ നീ കുറച്ചേ? എടാ, അങ്ങനെയൊന്നുമല്ല. നിനക്കെന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയത്. അത്തരത്തിലൊരു കുട്ടിയേ അല്ല അവൾ. നീ അവൾ ഏതെങ്കിലും ബോസിനോട് സംസാരിക്കാൻ കണ്ടിട്ടുണ്ടോ? സഞ്ജയ് സാറിൻ്റെ തല്ലാതെ. എന്നോട് പോലും അവൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല. വീട്ടിൽ ഒരേ ഒരു പെൺകുട്ടിയാണ്. പക്ഷേ അതിൻ്റെ കാര്യം കഷ്ടമോ. അവളേതോ കൂടിയ തറവാട്ടിലുള്ള പെൺകുട്ടിയല്ലേ, അവൾക്കെന്താ കഷ്ടം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പുറമേന്ന് കാണാൻ മാത്രമേ അതൊക്കെ ഒരു വലിയ തറവാട്. അതിനകത്തുള്ള ആൾക്കാർ ഇപ്പോഴും പഴയ ആൾക്കാരാണ്. അന്ധവിശ്വാസവും ആചാരങ്ങളൊക്കെ കാത്തു സൂക്ഷിച്ചു പോകുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. ഇപ്പം വന്നില്ലേ ഒരു മുട്ടയൊക്കെ അടിച്ച്, അയാളാണ് ഏക വില്ലൻ. കാര്യം സഞ്ജയ് സാറിൻ്റെ അച്ഛനൊക്കെ ആണെങ്കിലും സഞ്ജയ് സാറിന് പോലും അയാളെ പേടിയാണ്. കണ്ടുകൂടെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പാട്ട് ടീച്ചർ ഡെലിവറിക്ക് പോയി. ആ ടീച്ചറും നമ്മുടെ പാറുവും ഭയങ്കര കമ്പനിയാണ്. പാറു നന്നായിട്ട് പാടും. അതുകൊണ്ട് തന്നെ പാറുൻ്റെ ഏകദേശം കഥയും ടീച്ചറിനറിയാം. ടീച്ചറെ എന്നോട് പറഞ്ഞ് ആ കുട്ടി നന്നായിട്ടിരുന്ന് പാടുപെടുന്ന കാര്യമൊക്കെ. അതിൻ്റെ പഠിത്തം എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യാനാണ് ഇപ്പോൾ വന്ന അമ്മാവനില്ലേ നോക്കുന്ന. അയാൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാരണം മതി ആ കൊച്ചിൻ്റെ പഠിത്തം നിർത്താൻ. എനിക്കിതൊന്നും അറിയില്ല. പക്ഷേ അവളെ ഞാൻ കണ്ടപ്പോൾ ഭയങ്കര തൻ്റെടിയായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ, ഇതിപ്പോൾ ഏതാ ഞാൻ വിശ്വസിക്കേണ്ടേ? നീ എന്താ ഇത്രയ്ക്കൊന്ന് ആലോചിക്കുന്ന? വിട്ടെ, നീ അറിഞ്ഞുകൊണ്ടൊന്നും അല്ലല്ലോ. പിന്നെ ഇനി ആ പാവത്തിൻ്റെ ലൈഫിൽ കയറി ഇടപെടാൻ പോവല്ലേടാ. അതിനെ എൻ്റെ പാട്ടിൽ വിട്ടേക്ക്. അത് പഠിച്ച് രക്ഷപ്പെട്ട് പൊക്കോട്ടെ. ശരി, നിനക്ക് ക്ലാസ്സില്ലേ? ക്ലാസ്സിൽ പൊക്കോ. അച്ഛാ, ഇവളിനി വീടിൻ്റെ പുറത്തിറങ്ങരുത്. എങ്ങോട്ടും പോകുന്നില്ല. അമ്മാവ, സത്യം, ഞാൻ മര്യാദയ്ക്ക് പഠിച്ചോളാം. എൻ്റെ പഠിത്തം നിർത്തരുത് പ്ലീസ്. എന്താ ഹരി, രാവിലെ തന്നെ തുടങ്ങിയോ? എന്താ നിന്റെ പ്രശ്നം? എന്തിനാ പാറു കരയുന്നത്? മുത്തശ്ശ, എൻ്റെ പഠിത്തം നിർത്തരുന്ന അമ്മാവൻ്റെ അടുത്ത് പറ മുത്തശ്ശ. ഞാൻ മര്യാദയ്ക്ക് പഠിച്ചതാ. പഠിക്കാനല്ല, പലതും ആലോചിക്കാനാ കോളേജിൽ ടിക്കറ്റ് ഒരുങ്ങി പോകുന്നത്. ഇനി നീ പഠിക്കില്ല, നടപ്പടി ചവിട്ടിപ്പിക്കില്ല ഞാൻ. അമ്മാവ, സാറ് വെറുതെ പറഞ്ഞതാ. ഞാനൊന്നും ആലോചിച്ചില്ല. ഞാൻ ഫുൾ ടൈം പഠിക്കുക. എന്തിനാ പാറു കരയുന്ന? എന്ത് വെച്ച് മോളെ? സുധേ, എങ്ങോട്ടാ? ഇങ്ങോട്ട് മാറി നിൽക്ക. ഹരിയേട്ട, അവള് കുഞ്ഞല്ലേ ഹരിയേട്ട. എന്താ കാര്യം? അച്ഛാ, അത് സാറിൻ്റെ മിസ്റ്റേക്കായിരുന്നു. അല്ലാതെ പാറുൻ്റെ ഭാഗത്ത് തെറ്റില്ല. അവൾ നന്നായിട്ട് എഴുതിയിട്ടില്ല. നീ എന്താ നേരത്തെ ഇറങ്ങിയോ? എന്താ ഇവിടെ നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താടാ? ഒന്നും മനസ്സിലാക്കണ്ട ആരും. ഇനി ഇവള് പഠിക്കാൻ പോകുന്നില്ല, അത്രേന. ഈ വീട്ടിനകത്ത് ഇവള് നിന്നാ മതി. അമ്മാവ അങ്ങനെ പറയില്ല അമ്മാവ. എനിക്ക് പഠിക്കണം. സഞ്ജോട്ട പറയാം അമ്മാവനോട്. എനിക്ക് പഠിക്കണം പ്ലീസ്. എൻ്റെ പഠിത്തം നിർത്തരുത്. എന്തിനാ ഇപ്പൊ പഠിച്ചു തീർത്തിട്ട് എവിടെയെങ്കിലും ജോലിക്ക് പോകാൻ തീരുമാനമുണ്ടോ? ഞാൻ എങ്ങും നിന്നെ വിടില്ല. ഇങ്ങോട്ട് വാടി, വരാൻ. നീ ഇനി പഠിക്കുന്ന എനിക്കൊന്ന് കാണണം. അമ്മ, അച്ഛനോടൊന്ന് പറ. അവൾക്ക് അതിനകത്ത് പേടിയാ അമ്മ. ഒന്ന് പറ അമ്മ. ഞാൻ പറഞ്ഞ നിന്റെ അച്ഛൻ കേൾക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അയാൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല മോനെ. ശിവസാരെന്താ ഇവിടെ? പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയാണല്ലോ. ഇത് തന്നെയല്ലേ അവൻ പറഞ്ഞ വീട്? കണ്ടിട്ടൊരു വശപശക. ഇതെന്താ ഇത്രയ്ക്കും കാറ്റ്? എൻ്റെ അമ്മേ, ശിവസാറെന്താ ഇവിടെ? എന്തു പറ്റി? ഞാൻ സാറിൻ്റെ അച്ഛനെ കൊണ്ട് സംസാരിക്കാൻ വന്നത്. ആ കുട്ടിയുടെ ഭാഗത്ത് തെറ്റില്ല. ഞാൻ ആ 3 മാർക്ക് കൊടുത്തോളാം. ആ കുട്ടിയെ പഠിക്കാൻ വിടണമെന്ന് പറയാൻ വേണ്ടി വന്നത്. ആ, സാർ വെക്കോ, ഞാനത് പറഞ്ഞോളാം. സഞ്ജയ്, ആരാ പുറത്ത്? അത് മുത്തശ്ശ, എൻ്റെ കൂടെ പഠിപ്പിക്കുന്ന സാറാ. എന്നെ കാണാൻ വന്നതാ. ഇപ്പോൾ പോവും. കൂടെ പഠിപ്പിക്കുന്ന സാറാണെങ്കിൽ അകത്തേക്ക് വിളിക്കുന്നീ. ശരി മുത്തശ്ശ, വരൂ. ഇയാളോ? ഇയാള് പാർവതിയുടെ ക്ലാസ് സാറല്ലേ? എന്താ ഇവിടെ? നോക്കൂ മിസ്റ്റർ, എൻ്റെ ഭാഗത്തെ തെറ്റ്. ആ കുട്ടി നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തൊക്കെയോ ടെൻഷനിൽ പേപ്പർ തിരുത്തിയപ്പോൾ അത്
ശ്രദ്ധിച്ചില്ല, അങ്ങനെയാണ് മാർക്ക് പോയ. സോ ആ മാർക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ആ കുട്ടിയുടെ മതി. സാർ ഇവിടെ വരെ വന്ന് സാറിന് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, സന്തോഷം. ഇനി സാറിന് പോവാം. അവളുടെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളാം. അമ്മാവ പ്ലീസ് അമ്മാവ, എനിക്ക് പേടിയാവുന്ന അമ്മാവ. ഇവിടെ ഫുൾ ഉരുട്ട അമ്മാവ, എന്നെ തുറന്നു വിട അമ്മാവ. ഞാൻ ഇനി ഒന്നും ചെയ്യില്ല. സഞ്ജു ഏട്ടാ പ്ലീസ് പറ സഞ്ജു ഏട്ടാ. നിങ്ങളെന്താ കുട്ടി പൂട്ടിയിടുകയാണോ? സഞ്ജയ് സാർ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? സഞ്ജയ്, ഈ സാറിന്റെ പേരെന്താന്നാ പറഞ്ഞേ? തമാവ ശിവശങ്കർ മഹാദേവ്. ആ, എന്നാ മോനെ ശിവശങ്കർ മഹാദേവേ, ഇവിടുത്തെ കാര്യം നോക്കിക്കോളാം. മോൻ ചെല്ലി കോളേജിലോട്ട്. ആ കുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞതല്ലേ, അതിൻ്റേതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള റൈറ്റ്സ് ഇല്ലേ? നിങ്ങളിപ്പോഴും ആ കുട്ടിയെ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്? സഞ്ജയ്, ശിവസാർ വാ, പുറത്തു പോ, വരാൻ. ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ്. സഞ്ജയ് സാർ, ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടോ? ആ കുട്ടിക്ക് റൈറ്റ്സ് ഇല്ലേ? എന്താ ഇത്? ഞാൻ മുന്നേ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, ഈ ഗ്രാമം ഇങ്ങനെ ഇവിടെയുള്ള ചിലർ, നമുക്കവരെ തിരുത്താൻ പറ്റില്ല. മനസ്സിലായില്ലേ? സാറിപ്പോൾ ചെല്ല്. എന്നാലും സാറൊരാണല്ലേ, സാറിന് അവളെ ഇവിടെ നിന്ന് രക്ഷിച്ചൂടെ? ഞാൻ അവളെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ അവൾക്ക് കൂടുതൽ മുറിവുകളുണ്ടാവേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അവളെ, എനിക്കൊന്നും പറയാനില്ല. സാറിപ്പോൾ ചെല്ല്. ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെയാണ്, അതിനെ ആർക്കും മാറ്റാൻ പറ്റില്ല. നാളെ ആകുമ്പോൾ അവൾക്ക് ശരിയായിക്കോളും. സാറ് പൊക്കോ. ശരി. അമ്മ അമ്മ എനിക്ക് പേടിയാവുന്ന അമ്മ. എന്നെയും കൂടെ അമ്മേനോട് കൊണ്ടുപോ. എനിക്ക് ഈ ലോകം വേണ്ട. ഇവിടെ ഉള്ളവരൊക്കെ ചീത്തയാ. വാതിലടഞ്ഞൊരു സുഖമേ, ഇനി നിൻ മുഖമെങ്ങനെ കാണും? ദൂരെ മറഞ്ഞൊരു കുയിലേ, ഇനി നിൻ മൊഴി എങ്ങനെ കേൾക്കും? നീ പെയ്തു തീരാത്ത മഴയോ, നീ എന്നെ അറിയാത്ത പുഴയോ, നീ എന്ന് ചേരുമെൻ പ്രണയക്കടലിലോ. പകലിൻ കൂടൊഴിഞ്ഞു പോകും സന്ധ്യേ. കണ്ണടയ്ക്കാൻ പറ്റുന്നില്ലല്ലോ. അവളുടെ കരച്ചിലും ആ റൂമൊക്കെ ആണല്ലോ ഓർമ്മയിൽ. ഞാൻ ചെയ്തത് വലിയ തെറ്റായി പോയല്ലോ. നാളെ കോളേജിൽ പോയിട്ട് അവളെ ഒന്ന് കണ്ട് സോറി പറയണം. പാറു മോളെ. സഞ്ജേട്ടാ, ഇപ്പോൾ നിനക്ക് കൈ വേദനിക്കുന്നുണ്ടോ? അമ്മാവനുണ്ടോ അകത്ത്? ഇല്ല, പുറത്തു പോയിരിക്കുക. സഞ്ജേട്ടാ തോന്നുന്നുണ്ടോ ഞാൻ പഠിത്തം വെച്ച് വേറെ എന്തെങ്കിലും ആലോചിച്ച് നടക്കുവാണെന്ന്? ഞാൻ സിൻസിയറായിട്ടാ പഠിച്ചത്, എനിക്കറിയാം. എനിക്കറിയാം നിന്നെ. ഇന്നലെ പിന്നെ ശിവസാർ വന്ന് അയാളുടെ ഭാഗത്ത് തെറ്റെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് സഞ്ജേട്ടാ, അയാളുടെ പേരെൻ്റെ അടുത്ത്. എനിക്ക് ആരെ പേരും കേൾക്കണ്ട. ഞാൻ പോവാ, ഫ്രഷ് ആവാം. ഈ ബെല്ലെന്താ അടിക്കാത്ത? അടിച്ചിട്ട് ഒന്ന് ക്ലാസ്സിൽ കയറണം. അവളെ കണ്ട് എനിക്ക് സോറി പറയണം. അവളെ എനിക്കൊന്ന് കണ്ടാൽ മതി. ബെല്ലടിച്ചു. സഞ്ജയ് സാർ വന്നില്ലല്ലോ. പാറൊന്നിനി വരില്ലേ? ബെല്ലടിച്ചല്ലോ. ഇന്നലെ അവൾക്ക് ഒരുപാട് ഒന്നും ഉണ്ടാവില്ലേ? ഞാൻ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. കോലമടം വരുന്നു. ഗുഡ് മോർണിംഗ് ഓൾ. അവൾ ഇന്ന് ആബ്സെൻ്റ് ആണല്ലോ. ഇന്ന് ഇനി വരില്ലേ? സ്റ്റുഡൻറ്റ്, ഇതാ ഈ പേപ്പർ കോപ്പി ചെയ്തോ. നിങ്ങളുടെ നോട്ടാണ്. ഇന്നിനി പഠിപ്പിക്കുന്നില്ല. അവൾക്ക് ഇനി സുഖമില്ലാണ്ട് വല്ലതും ആയിട്ടുണ്ടാവോ? അതോ ഇനി അവർ പഠിപ്പിക്കാൻ വിടില്ലേ? ഞാൻ എന്തായി ചെയ്തേ? പാറു, നീ ഉറങ്ങിയോടാ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഇല്ല സഞ്ജേട്ടാ, ഞാൻ ഉറങ്ങിയില്ല. എനിക്കങ്ങനെ ഉറങ്ങാൻ കിടന്ന ഉറക്കം വരുമോ? സഞ്ജേട്ടൻ എന്താ പറയാനുള്ള? പറയേ. നാളെ തൊട്ട് കോളേജിൽ പോകാൻ അച്ഛൻ സമ്മതിച്ചു. അതുകൊണ്ട് നമുക്ക് നാളെ മുതൽ കോളേജിൽ പോകാം. നീ വിഷമിക്കണ്ടെന്ന് പറയാനാണ് ഞാൻ വന്ന. സഞ്ജേട്ടാ, ശരിക്കും അമ്മാവൻ സമ്മതിച്ചോ? ആടി, മുഖത്തിൽ ഇപ്പോൾ ഒരു വെട്ടം വന്നല്ലോ. മോളെ പാറു, നീ ഇങ്ങനെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ എനിക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. നിന്നെ ആശ്വസിപ്പിക്കാൻ പോലും എനിക്ക് വാക്കുകളില്ലടാ. എന്താ സഞ്ജേട്ടാ ഇത്? ഇതൊക്കെ എനിക്ക് കൊച്ചിലെ ശീലമായതല്ലേ. അതൊന്നും സാരമില്ല. പോയി കിടന്ന് ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പാറോ എന്നും ഇനി വരില്ലേ? ഇവള് എൻ്റെ ഫോൺ എടുക്ക. പാറോ അല്ലേ ഇത്? ഡീ പാറോ. ദാ നിൻ്റെ നിഴൽ അവിടെ കിടന്ന് കൈ കാണിക്കുന്നു. പൊക്കോ. ശരി സഞ്ജേട്ടാ, ബൈ.
അതെ, കയ്യിലുള്ള മുറിവ് കുറച്ച് ആഴത്തില്ല. ഹോസ്പിറ്റലിൽ വരാത്തോണ്ടാണ് ഞാൻ മരുന്ന് വെച്ച് തന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഇൻ്റർവെല്ലിന് എൻ്റെ ക്യാബിലോട്ടൊന്ന് വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. മുറിവ് എനിക്ക് വേദനയൊന്നുമില്ല. പിന്നെ ഇൻ്റർവെല്ലിന് ഞാൻ വന്നോളാം. സഞ്ജോട്ടൻ പോക്കോ. ബൈ. അത് സഞ്ജയ് സാറും പാർവതിയല്ലേ, അവർ വന്നോ? പാറു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കയ്യിലെന്താ? ഇന്നലെ അമ്മാവൻ ഇതൊരു ചെറിയ മുറിവ് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയത്. വേറെ കുഴപ്പമൊന്നുമില്ലടാ. പിന്നെ സാറ് നമ്മുടെ ശിവസാറ് വന്ന് അമ്മാവനോട് പറഞ്ഞു അയാളുടെ ഭാഗത്ത് തെറ്റെന്ന്. എല്ലാ പ്രശ്നവും ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ എന്ത് തേങ്ങയ്ക്ക അയാൾ നിൻ്റെ വീട്ടിലേക്ക് കയറി വന്നത്? മീനാക്ഷിക്ക് അത് ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ? പാറു, ഞാൻ ക്ലാസ്സിൽ കാണും. നീ ക്ലാസ്സിൽ കയറിക്കോ, ഞാൻ വന്നോളാം. ഇവളെന്താ സ്പ്രിങ്ങോ? ഓടി രക്ഷപ്പെട്ടോ? പാർവതി നിനക്ക്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. സോറി, ഞാൻ നിന്നെപ്പറ്റി മനസ്സിലാകാതെ എന്തൊക്കെയോ, നീ ഇത്രയും ബുദ്ധിമുട്ടുന്ന കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല. സോറി ഫോർ എവറിത്തിങ്. ഐ എം റിയലി സോറി. സാർ വഴിയിൽ നിന്ന് മാറി നിൽക്ക്, എനിക്ക് ക്ലാസ്സിൽ പോകണം. ഓക്കെ, ഞാനൊന്ന് പറയട്ടെ. താൻ എന്തിനാ? ഒരു മിനിറ്റ്. എൻ്റെ കൈ 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 എന്താ? സോറി, ഇതെന്താ ബ്ലഡ് വരുന്നുണ്ടല്ലോ? ഇത് വലിയ മുറിവാ. ആ എമർജൻസി റൂമിൽ പൊക്കൂടെ? എനിക്കൊരു കുഴപ്പമില്ല സാർ, ഇതിലൊന്നും ഇടപെടേണ്ട. ഞാൻ എൻ്റെ കാര്യം നോക്കാൻ പ്രാപ്ത. സാറിൻ്റെ കാര്യം നോക്കാം. ഇവളോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വഴിയുണ്ട്. എനിക്കിപ്പോൾ നിൻ്റെ കൈ സെപ്റ്റിക് ആയാലും എന്താ? സെപ്റ്റിക് ആയാൽ നീ 2 ആഴ്ച ലീവ് എടുക്കേണ്ടി വരും. നിൻ്റെ പഠിത്തവും സ്കിപ്പായിപ്പോ. എനിക്കതിലൊരു കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ. എൻ്റെ മഹാദേവ, ഇവിടെയാ മെഡിക്കൽ റൂം. പോവാം. അങ്ങനെ വഴിക്ക് വാ. നിന്നെപ്പോലെ എത്ര എണ്ണത്തിനെ കണ്ടിട്ടുണ്ട് ഞാൻ. ഇവള് ക്ലാസ്സിൽ കയറത് ഇയാളോട് എങ്ങോട്ടാ പോകുന്നത്? ഇനി ഇയാൾ ഭീഷണി പിടിച്ചാലും കൊണ്ടുപോകുന്നതാണോ? അല്ലാന്ന് തോന്നുന്നു. എൻ്റെ പാറു, നീ ഇത് ശ്രദ്ധിച്ചില്ലേ? നല്ല മുറിവുണ്ട്, ഒരുപാട് ബ്ലഡും പോയിട്ടുണ്ട്. ഇത് TT എടുത്തില്ലെങ്കിൽ സെപ്റ്റിക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. നീ ഇവിടെ ഇരിക്കേ, ഞാനൊരു ഇഞ്ചക്ഷൻ എടുത്ത് വിടാം. ഇവിടെ ഇരിക്കടാ. മുറിവ് കണ്ടപ്പോൾ എനിക്ക് തോന്നി, അതാ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ബ്ലഡ് നന്നായിട്ട് പോയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇഞ്ചക്ഷൻ എടുക്കുക. ഡോക്ടർ, TT ഒന്നും വേണ്ട, എന്തെങ്കിലും മെഡിസിൻ തന്നാൽ മതി, ഞാൻ കഴിച്ചോളാം. എനിക്ക് വേദനയൊന്നുമില്ല. എൻ്റെ പാറു, ഇഞ്ചക്ഷൻ എടുക്കുന്ന പേര് കൊണ്ടാണെങ്കിൽ ഇതിൽ കളിക്കരുത്. ഇത് നല്ല മുറിവുണ്ട്, ഇവിടെ ഇരിക്കേ. ഡോക്ടർ ഇഞ്ചക്ട് ചെയ്തോ? അവളവിടെ ഇരുന്നോളൂ. அந்த நாளில் அந்தி நேரம் உன்னை பார்த்தேன் கண்ணம்மா, அந்த பார்வை ஒன்று போதும், என்ன வேண்டும் என் கண்ணா, கொஞ்சம் நேரம் கொஞ்சி பேச நெஞ்சில் ஏக்கும் கண்ணம்மா, அந்த நாள் ഇഞ്ചക്ഷൻ കഴിഞ്ഞല്ലോ, എനിക്ക് ക്ലാസ് ഉണ്ട്. ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ. പാറു, ഐ എം സോറി. താൻ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണോ നോക്കലല്ല സാറിൻ്റെ പരിപാടി. സാറിന് ഇവിടെ പഠിപ്പിക്കാൻ ഒരുപാടുണ്ട്. സാർ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. പിന്നെ സാറ് വിളിച്ചോണ്ടല്ലേ ഞാൻ വന്നത്. കൈ സെപ്റ്റിക്കായി ക്ലാസ് മുടങ്ങാതിരിക്കാനാണ് കൂടെ വന്നത്. ഒൻമൂർത്തി, എൻ്റെ പേര് ശ്രീ പാർവതി എന്നാ. സാറിനെ പാറു വിളിക്കണ്ട. അത് എനിക്ക് ഇഷ്ടമുള്ളതും എൻ്റെ അടുത്ത് അടുപ്പുള്ളവർ മാത്രമേ അങ്ങനെ വിളിക്കാറുള്ളൂ. പറഞ്ഞു മനസ്സിലായല്ലോ? സാറിൻ്റെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ ലൈഫിൽ ഇടപെടണ്ട. ഇവളെയാണോ അവൻ മിണ്ടാ പൂച്ചയെന്ന് പറഞ്ഞത്? ഇത് തനി കാട്ടുമുയൽ. അല്ല, എല്ലാം കൂടെ ഓടി എങ്ങോട്ട് പോവാ? അവിടെ നിൽക്കല്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കൂട്ടത്തിൽ ആരോ ഒരാൾ എനിക്കെതിരെ ഒരു കമൻറ്റ് ഇട്ടു. അതാരാന്ന് അതിന് സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതി. ആർക്കടി എന്നെ അടിക്കേണ്ട? ഈ കമൻറ്റ് സീരിയസ് ആയിട്ട് തന്നെ എഴുതിയതാണോ? അങ്ങനെ ആണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യണ്ട. ഞാനിനി നന്നായിക്കോളും. തുടർന്നുള്ള എപ്പിസോഡിൽ എനിക്ക് നല്ല ക്യാരക്ടർ. അപ്പോൾ ശരി. I love you.